ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമ്മുടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് പുനലൂർ. അപ്പോൾ അവിടെ ഇന്ന് മീനഭരണിയാണ് കേട്ടോ. മീനഭരണി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉത്സവമാണ്. നമ്മുടെ ഭരണിക്കാവ് അമ്പലത്തിലെ നമ്മുടെ ഭദ്രാദേവിയുടെ അടുത്ത ഉത്സവമാണ് കേട്ടോ. ഭയങ്കര ആഘോഷമാണ്. ഒരുപാട് ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഭയങ്കര ജനമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തൊഴാനൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ക്യൂ നിന്ന് തൊഴുതിട്ടൊക്കെ വന്നതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ഇതുപോലെ ഒരുപാട് ഫ്ലോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു 4 കരക്കാരെങ്ങാണ്ട് ഫ്ലോട്ട് ഇതുപോലെ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ തിക്കും തിരക്കൊക്കെ ആയിട്ട് നമ്മൾ പോകാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം ഒരുപാട് ഫ്ലോട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ടത് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് അങ്ങ് ദൂരെ പോയിട്ടില്ല. ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിന്നിരുന്നത്. കാരണം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അതുപോലെ ചേച്ചിയും പിന്നെ ഞാനും മക്കൾ 4 പേരും കൂടാണ് വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അവിടുന്ന് അമ്മയും അച്ഛനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെയും അതുപോലെ തന്നെ ശിവൻ്റെയും ശിവതാണ്ഡവും ഒക്കെ ഫ്ലോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം ഇത് നമ്മുടെ ഗണപതിയുടെ ഒരു ഫ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ടൊന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. കാരണം ലച്ചു ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കയ്യിലിരുന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനിടയിലൂടെയൊക്കെ ഞാൻ എടുത്ത വീഡിയോ ആണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്ധ്യ ആവാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ബലൂണൊക്കെ വേണമെന്നുണ്ട്. എന്തായാലും കുട്ടികൾ വരുമ്പോൾ അവരെ തീർച്ചയായിട്ടും ഇതുപോലെ ബലൂണിനും ഇതിനൊക്കെ ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ശിവപാർവതിമാരുടെ ഒരു ഫ്ലോട്ടാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കുഞ്ഞു മുരുകൻ ഇങ്ങനെ മയിലിൻ്റെ പുറത്തിരുന്ന് വലം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം പല കളറിൽ ബലൂണുകളും ഇതെല്ലാം ആകുമ്പോഴെന്താ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത്രയും ജനം ഉണ്ടായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ആന തന്നെ ഒരു 4 5 ആനയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവിയെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. കാരണം എല്ലാ വെട്ടത്തിൻ്റെ ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കുഞ്ഞും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു 8:30 എങ്ങാണ്ടായപ്പോഴാണ് ഞങ്ങൾ തിരികെ വീട്ടിൽ വന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇത്രയും കണ്ടിട്ട് തന്നെ നമുക്ക് ഇത്രയും സമയമായി. അപ്പോൾ ഫുള്ള് കാണാൻ നിന്നായിരുന്നെങ്കിൽ രാത്രിയിൽ ഏകദേശം 10 മണിയൊക്കെ ആയേനേന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും നേരം കാണാൻ നിന്നില്ല. പിന്നെ പാട്ടും ബഹളവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ലച്ചു കുറച്ച് നേരമൊക്കെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിന്നു. അവൾക്ക് ഒരുപാട് ബഹളങ്ങളൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർക്ക് ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചേച്ചിയുടെ മോളാണത്. അവൾ ലച്ചുവിനെ പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാനൊക്കെ പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളെ 4 പേരെ ശ്രദ്ധിക്കണം. കാരണം ഇത്രയും തിക്കും തിരക്കും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കണം. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പം കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുകയാണ്. അവരുടെ ഒരു രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മൂത്തവൻ ഇതുപോലെ അവന് നോട്ടം ഫുള്ളും അവന് ഓടക്കുഴൽ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. പിന്നെ ബാക്കി 3 പേർക്കും ഹൈഡ്രജൻ ബലൂണൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിലൊക്കെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അല്ല പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു മീനഭരണി. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴൊക്കെ ഒരുപാട് ലേറ്റായി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായി. അപ്പോൾ വെയിലൊക്കെ ഒന്ന് താന്നിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓട്ടോ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഓട്ടോ ഏകദേശം ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും വരും. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആവാം കേട്ടോ. റെഡി ആയിട്ട് എനിക്കും ഇവിടെ അമ്മയ്ക്കും കൂടെ
റേഷൻ കട വരെ പോകണം. റേഷൻ കടയിൽ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോവും. അപ്പോൾ ഞാനാണെങ്കിൽ റെഡിയായി. അപ്പോൾ വലിയ മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് ക്രീം ഇട്ടു, കണ്ണെഴുതി, പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു, അങ്ങനെ പിന്നെ കമ്മലൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം കുട്ടികളൊന്നും ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പം റേഷൻ കടയിൽ പോകാൻ ഒരുങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി കുട്ടികളെയൊക്കെ ഒരുക്കണം. പിന്നെ ഞാനിനി പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ, വെക്കേഷനല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം താഴെ വലിയൊരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള എൻ്റെ മേക്കപ്പ് ഐറ്റംസൊക്കെ എടുത്ത് വെക്കുകയാണ്. എൻ്റെ ഹെയർ ഓയിലും പിന്നെ അതുപോലെ തന്നെ ക്രീമും എല്ലാം എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ താഴെ കഴുകിയിട്ട തുണികളെല്ലാം അമ്മ ഉണങ്ങിയതുകൊണ്ടിങ്ങ് എടുത്തുകൊണ്ട് വന്നു. ഇനി അതെല്ലാം ഒന്ന് മടക്കി വെക്കണം. പിന്നെ രാവിലെ കബോർഡൊക്കെ ഒന്ന് അടുക്കി പെറുക്കണമായിരുന്നു, കാരണം എല്ലാം വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ഇതുപോലെ ഒന്ന് റൗണ്ട് കെട്ടി കൊടുത്തു കേട്ടോ. അപ്പം അല്ലാതെ ഞാൻ മുടി ക്ലിപ്പ് ഇട്ടില്ല, ഇതുപോലെ റൗണ്ടിലൊന്ന് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലച്ചു നല്ല ഉറക്കമാണ്. അപ്പോൾ ലച്ചു ഉറങ്ങുന്ന സമയം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്നേരം ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്നേരം പോകാനുള്ളത് ക്യാൻസൽ ചെയ്തിട്ട് വൈകുന്നേരം പോകാമെന്നാണ് വെച്ചത്. അപ്പോൾ എൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും തുണികളുണ്ട്, അതൊന്ന് മടക്കി വെക്കണം. അപ്പോൾ ഇതാണ് ബാഗ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെയും കുട്ടികളുടെയും ഡ്രസ്സും പിന്നെ ലച്ചുവിൻ്റെ കളിപ്പാട്ടങ്ങളും പിന്നെ അവളുടെ ഫീഡിങ് ബോട്ടിലും പിന്നെ കൂടുതലും ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ അവളുടെ പാമ്പറുകളും മറ്റേ ഡയപ്പറുണ്ടല്ലോ, പാമ്പേഴ്സ് അല്ല അവൾക്ക് ഉപയോഗിക്കുന്നത്, ഞാനതിൻ്റെ പേര് മറന്നു കേട്ടോ. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അവൾക്കത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അതെല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. നമ്മൾ ഭിത്തിയിൽ ഇതുപോലെ ആണിയൊക്കെ അടിച്ച് അതുപോലെ ഒന്ന് ഹാങ് ചെയ്യും. എന്നിട്ട് അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി, അങ്ങനെ അത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. 200 അത്ര എങ്ങാണ്ടുള്ളൂ, 200 അത്ര എങ്ങാണ്ടൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇടുന്ന ഒരു ബോക്സാണ്, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ലഗേജൊക്കെ എടുത്ത് ഓട്ടോയിലിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മെയിനായിട്ട് നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡാണ്. അപ്പം അത് വിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു വലിയ ബാഗിനകത്തുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങായി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ, അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ വിഷമമുണ്ട്. അപ്പോൾ ലച്ചു ആയാലും അപ്പം ഞങ്ങളെല്ലാം പോയി കഴിയുമ്പം അവിടുത്തെ ആ ഒരു ബഹളം ഫുള്ള് കുറയല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് 4 പേരും കൂടെ ഭയങ്കര വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. പിന്നെ പോയിട്ട് നമുക്ക് ഇടയ്ക്ക് വരാം എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ മോക്കായാലും അവൾക്കായാലും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അവൾ മേളിൽ തന്നെ നിൽക്കുകയായിരുന്നു, അവൾ ഇറങ്ങി വന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ്. പോയിട്ട് ഇനി എനിക്ക് അടുത്ത ചൊവ്വാഴ്ച വരണം. അപ്പം അങ്ങനെ ഇടയ്ക്കും വരണം. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഉമ്മയെ കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ലച്ചു ആണ് മെയിനായിട്ട് അവർക്ക് ഭയങ്കര സങ്കടം. പിന്നെ അവന്മാരും ഭയങ്കര ഇതാട്ടോ, അവന്മാരെയും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം. അപ്പോൾ ഞങ്ങൾ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ATM-ലൊന്ന് കയറണമായിരുന്നു. ATM-ലൊക്കെ കയറി ക്യാഷൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കടയിലൊന്ന് നിർത്തി. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഞങ്ങളിപ്പോൾ നേരത്തെ വീട് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വീട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ട്രാവലിംഗ് ഉണ്ട്. കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു ½ an hour കാണും നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അപ്പം അത്രയും ഒരു ദൂരത്തിലാണ്. അപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മുടെ നേരത്തെ വീടെന്ന് പറയുന്നത് നമ്മുടെ
പ്രോപ്പർ സ്ഥലം അവിടെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി കുറച്ച് ദൂരെയാണ് കേട്ടോ നമ്മൾ വീട് റെൻറ്റിന് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ തന്നെ രാത്രിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റിയും ഒന്നും ഇല്ല വീഡിയോയ്ക്ക്. പിന്നെ എന്താ ഒരു ചെറിയ മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചോറ് കൊണ്ടാണ് വന്നത്. അപ്പോൾ വന്നിട്ട് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ ചോറും കറികളും ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞ് മെഴുക്കുവരട്ടിയൊക്കെ വെച്ചു. അപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 11 മണിയായിട്ടുണ്ട്. രാത്രി 11 മണിയായി. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, സൂപ്പർ മഴയാണ്. അപ്പോൾ മഴ ഏകദേശം ഒരു തോന്ന് നിൽക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ മഴ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ മഴ പെയ്തപ്പം നല്ല ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വെളിയിലൊന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം 11 മണിയോളം ആയി. അപ്പോൾ അവന്മാരൊന്നും ഉറങ്ങിയിട്ടില്ല. ലച്ചു നല്ല ഉറക്കമാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം.